ദൈവനാമത്തിലേവർക്കും സ്നേഹവന്ദനം. നമ്മുടെ പ്രത്യേക പഠന പരമ്പര റോമാലേഖനത്തിൽ നിന്നുള്ളതാണ്. 124 അവതരണത്തിലാണ് നാം ഇപ്പോൾ ആയിരിക്കുന്നത്. റോമർക്കെതിരെ ലേഖനം അതിൻ്റെ 6-ാം അധ്യായം 124 അവതരണം. ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ക്രിസ്തുവിൽ വിശുദ്ധീകരണ ജീവിതം എങ്ങനെ സാധ്യമാണ്? ശിക്ഷാവിധിയെക്കുറിച്ച് നാം വിശദമായി കണ്ടു. പിന്നീട് കർത്താവ് യേശുവിൽ വിശ്വസിക്കുന്നതിലൂടെയുള്ള നീതീകരണം, ദൈവമുമ്പിൽ കയറിച്ച് നിൽക്കുവാനുള്ള യോഗ്യത പ്രാപിക്കുന്നതിന് ലോകരക്ഷകനായ ക്രിസ്തുവിലുള്ള വിശ്വാസം നമ്മെ നീതീകരിക്കുന്നതിനെക്കുറിച്ച് വിശദമായി പഠിച്ചു. തുടർന്ന് ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത് നീതീകരിക്കപ്പെട്ട ഓരോ വ്യക്തികളും ജീവിക്കേണ്ടതൊരു വിശുദ്ധ ജീവിതമാണ്. വിശുദ്ധ ജീവിതം, വേർതിരിക്കപ്പെട്ട ദൈവത്തിൻ്റെ ഉദ്ദേശത്തിന് വേണ്ടി വിളിച്ച് വേർതിരിക്കപ്പെട്ട ഒരു ജീവിതമാണ് ഒരു വിശ്വാസിക്കുണ്ടായിരിക്കേണ്ടത്. അത് നാം ജീവിക്കണം. പുസ്തകത്തിൽ എഴുതിയാൽ പോരാ, പ്രസംഗിച്ചാൽ പോരാ, കേട്ടാൽ പോരാ, വായിച്ചാൽ പോരാ, നാം ജീവിക്കണം. ആ വിഷയമാണ് റോമലേഖനം 6-ാം അധ്യായത്തിൻ്റെ 5 മുതലുള്ള 14 വരെയുള്ള വേദഭാഗത്തിൽ നാം പരിചയപ്പെടുന്നത്. നാം കേട്ടു, നാം കണ്ടു പഴയ മനുഷ്യൻ ആദാമിൽ നമുക്ക് ലഭിച്ച പഴയ മനുഷ്യൻ. ആ അവസ്ഥയിൽ നാം പാപത്തോട് സജീവ ബോധത്തിലായിരുന്നു, പാപജീവിതത്തിലായിരുന്നു, നീതിയോട് മരിച്ചവരായിരുന്നു. ഈ പഴയ മനുഷ്യനെ നാം ക്രൂശിച്ചു. പഴയ മനുഷ്യൻ സുവിശേഷം ഹൃദയപൂർവ്വം അനുസരിക്കുമ്പോൾ മാത്രമാണ് ഈ ക്രൂശീകരണം സംഭവിക്കുന്നത്. ഈ മനുഷ്യനെ അടക്കപ്പെട്ടു, സംസ്കരിക്കപ്പെട്ടു. വിശ്വാസം, മാനസാന്തരം, സ്നാനം, ഈ പടികളിലൂടെയെല്ലാം നാം കടന്നുപോയി സുവിശേഷം ക്രിസ്തുവിൽ വിശ്വസിച്ച് പാപങ്ങളെക്കുറിച്ച് മാനസാന്തരപ്പെട്ട് ക്രിസ്തുവിലുള്ള വിശ്വാസം ഏറ്റുപറഞ്ഞ് ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനം സ്വീകരിച്ചു. ഒരു പുതിയ ജീവിതം അവിടെ ആരംഭിച്ചു. മരിച്ചവരെ മാത്രമാണ് അടക്കേണ്ടത്. ക്രിസ്തുവിനോട് നാം പാപസംബന്ധമായി മരിച്ചുവെങ്കിൽ മാത്രമേ സംസ്കരണം, അടക്കം നടക്കുകയുള്ളൂ. അതവിടെ അവസാനിക്കുന്നില്ല, ഉയർത്തെഴുന്നേൽപ്പ്. സുവിശേഷത്തിൻ്റെ 3 കാതലായ അവസ്ഥകളാണ്: മരണം, അടക്കം, ഉയർപ്പ്. ക്രിസ്തുവിൻ്റെ മരണം, അടക്കം, ഉയർപ്പിനോട് നാം അനുരൂപപ്പെടുന്നിടത്താണ് നമുക്കും പുതുജനനം സംഭവിക്കുന്നത്. അപ്പോൾ ക്രിസ്തുവിൽ പുതിയ സൃഷ്ടികളായി നമ്മൾ മാറുവാൻ നാം ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റു. അപ്പോൾ പാപത്തോടുള്ള ബന്ധത്തിൽ ഒരു മരണം സംഭവിച്ചു, വേർപാട് സംഭവിച്ചു. മറുവശത്ത് നീതിയോടുള്ള ബന്ധത്തിൽ ജീവൻ പ്രാപിച്ചു. നീതി എന്താണ്, ദൈവമാരെന്ന്, ദൈവവചനം എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയുന്ന വിധത്തിൽ നീതിയിൽ ജീവിതം ആരംഭിച്ചു. അപ്പം മരണത്തിൽ നാം ഉയർത്തെഴുന്നേറ്റു ആത്മീകമായി. അതിനു മുമ്പ് അടക്കപ്പെട്ടു. കർത്താവ് യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിലൂടെയാണ് നമുക്ക് ഈ മാറ്റം അനുഭവിക്കാൻ ഇടവന്നത്. അപ്പോൾ വീണ്ടും ജനനം, ഇതാണ് വീണ്ടും ജനനം എന്ന വിഷയം. മരണത്തിൽ നിന്ന് എഴുന്നേറ്റു. റോമലേഖനം 6-ാം അധ്യായത്തിലെ 4-5 വാക്യങ്ങളിൽ പൗലോസ് അപ്പോസ്തലൻ വളരെയധികം തവണ നമ്മൾ വായിച്ചതാണ്. വീണ്ടും വായിക്കാം. റോമർ 6:4-5. അങ്ങനെ നാം അവൻ്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോട് കൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിൻ്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവൻ്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. എന്തിനാണ് നാം ഈ ശുശ്രൂഷയിലൂടെ കടന്നുപോയത്? ജീവൻ്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. അവൻ്റെ മരണത്തിൻ്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചവരായെങ്കിൽ, ഒന്നായി ചേർന്നുവെങ്കിൽ, ഏകീഭവിച്ചവരായെങ്കിൽ പുനരുത്ഥാനത്തിൻ്റെ സാദൃശ്യത്തോടും ഏകീഭവിക്കും. ഇപ്പോൾ പത്രോസിൻ്റെ 1-ാം ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ ഇത് മരിച്ചവരുടെയിൽ നിന്നുള്ള കർത്താവ് യേശുവിൻ്റെ പുനരുത്ഥാനം. മരിച്ചവരുടെയിൽ നിന്നാണ് പുനരുത്ഥാനം. വെളിപാട് പുസ്തകം 1:5, കൊലോസ്യർ 1:18 അതേ പ്രയോഗം കാണാം. ക്രിസ്തുവിനെക്കുറിച്ച് പറയുമ്പോൾ മരിച്ചവരിൽ ആദിജാതൻ. ഇപ്പോൾ പൗലോസ് ഇവിടെ ഈ റോമലേഖനം 6-ാം അധ്യായത്തിൽ പറയുന്നത് എപ്പോൾ, എങ്ങനെ ഒരു പാപി നീതീകരിക്കപ്പെട്ടു, ക്ഷമിക്കപ്പെട്ടു എന്നല്ല. ആ വിഷയമല്ല ഇവിടെ പറയുന്നത്. എങ്ങനെ ഒരു പാപിയായ മനുഷ്യൻ നീതീകരിക്കപ്പെട്ടു, പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടു എന്നല്ല. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് നീതീകരിക്കപ്പെട്ട ഒരു വ്യക്തിയും പാപവും തമ്മിലുള്ള ബന്ധം എന്താണ്. നീതീകരിക്കപ്പെട്ട ഒരു വ്യക്തിയും പാപവും തമ്മിലുള്ള ബന്ധം എന്താണ്? കാരണം പൗലോസിൻ്റെ വാക്കുകൾ തെറ്റിദ്ധരിച്ചവരാണ്. കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞവരാണ്. അവരോട് പറയുക പാപസംബന്ധമായി നിങ്ങളുടെ ബന്ധം എന്താണ്, പാപത്തോടുള്ള നിങ്ങളുടെ ബന്ധം എന്തായിരിക്കണം. അതാണ് പൗലോസ് പറഞ്ഞു കൊടുക്കുക. പാപത്തോട് നിങ്ങൾ മരിച്ചവരാണ്. ഗലാത്യർ 2:20 പൗലോസ് സ്വയം പറഞ്ഞു, ഞാൻ ക്രിസ്തുവിൻ്റെ കൂടെ ജീവിക്കുകയാണ്, ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നത്, ഞാനല്ല. കൊലോസ് ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ പൗലോസ് അത് തന്നെ അവതരിപ്പിച്ചു. കൊലോസ്യർക്ക് ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്, സ്നാനത്തിൽ നിങ്ങൾ അവനോടുകൂടി അടക്കപ്പെടുകയും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിൻ്റെ വ്യാപാര ശക്തിയുള്ള വിശ്വാസത്താൽ അവനോടുകൂടെ നിങ്ങൾ ഉയർത്തെഴുന്നേറ്റും.
കർത്താവ് യേശുവിനോട് കൂടെ നിങ്ങളും ഉയർത്തെഴുന്നേറ്റു ഒരു പുതിയ ജീവിതത്തിലേക്ക്. ഇനി പാപസംബന്ധമായി ജീവിക്കാൻ പറ്റില്ല. കൊലോസ്യർ 3 ആദ്യത്തെ 11 വാക്യങ്ങളും കാണാം. വിശദമായി പൗലോസ് പറഞ്ഞു, നിങ്ങൾ കർത്താവിന് യേശുവിനോട് കൂടി മരിക്കുക മാത്രമല്ല, ക്രിസ്തുവിനോട് കൂടി അടക്കപ്പെടുക മാത്രമല്ല, ക്രിസ്തുവിനോട് കൂടി ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അപ്പോൾ ക്രിസ്തുവിനോട് കൂടി നമ്മൾ ഉയർത്തെഴുന്നേറ്റത്തിൻ്റെ അനുഗ്രഹവും ഉദ്ദേശവും എന്താണ്? പാപത്തിൻ്റെ വാഴ്ച നമ്മുടെ മേലുള്ള അതിൻ്റെ വാഴ്ച ഭരണം അവസാനിച്ചു. കർത്താവ് യേശു പാപത്തിന് നീക്കം വരുത്തി, പാപത്തിന് ശിക്ഷ വിധിച്ച ക്രൂസിൽ മരിച്ചു, അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു. അതിലൂടെ നാം രൂപപ്പെട്ടപ്പോൾ പാപത്തിൻ്റെ വാഴ്ച നമ്മുടെ മേലുള്ള അതിൻ്റെ അധികാരം അത് അവസാനിക്കുകയാണ്. കാരണം പഴയ മനുഷ്യരെ ക്രൂശിച്ചു. പഴയ മനുഷ്യരെയാണ് പാപം കൈയടക്കി വെച്ചിരുന്നത്. ആ പഴയ മനുഷ്യരെ നാം ക്രൂശിച്ചു, അടക്കി. കർത്താവ് യേശുവിനോടുകൂടി നാം എഴുന്നേറ്റ് വന്നു. അപ്പോൾ ഈ പഴയ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ആദാമിലുള്ളവർ. അത് സംഘടിതമായി മൊത്തത്തിൽ പറയുകയാണ്. നിങ്ങൾ ഞാനും എല്ലാം ഉൾപ്പെടുന്ന നമ്മുടെ പഴയ ബന്ധം, പാപത്തോടും ന്യായപ്രമാണത്തോടുള്ള ബന്ധം. ന്യായപ്രമാണ നിലവാരത്തിൽ നാം വീടുപോയി. പാപത്തിൽ അതിക്രമങ്ങളും പാപങ്ങളിലും മരിച്ചവർ. ഇതായിരുന്നു ആദാമിൽ നമുക്ക് ലഭിച്ചത്. ആദാമിൽ എന്ന് പറയുമ്പോൾ എൻ്റെ അർത്ഥം അതാണ്. പക്ഷെ നമ്മൾ ക്രിസ്തുവിനോട് ചേരുമ്പോൾ വിശ്വാസം, മാനസാന്തരം, സ്നാനം എന്നിവയിലൂടെ അത് നമ്മുടെ പഴയ മനുഷ്യനെ ക്രൂസിങ്ങിലേക്ക് എത്തിക്കുകയാണ്. പഴയ മനുഷ്യനെ ക്രിസ്തുവിൻ്റെ ക്രൂസിലേക്ക് കൊണ്ടുവരികയാണ്. അവിടെ ന്യായപ്രകാരം, നീതിന്യായപ്രകാരമുള്ള ഒരു ക്രൂശീകരണം നടക്കുകയാണ്. അങ്ങനെ പഴയ മനുഷ്യൻ, പാപശരീരം നീക്കം വന്നു. അതുകൊണ്ട് സ്നാനപ്പെടുന്നൊരു വ്യക്തിയെ സംബന്ധിച്ച് അവൻ പുതിയ മനുഷ്യനായി മാറും. കർത്താവ് യേശുവിനോട്, പുതിയ മനുഷ്യനായ ക്രിസ്തുവിനോട് അവൻ അനുരൂപപ്പെടുന്നു. അവൻ ഇനി ന്യായപ്രമാണത്തിൻ്റെ കീഴിലല്ല, കൃപയുടെ കീഴിലാണ്. അവൻ ദൈവത്തോട് ജീവനുള്ളവനാണ്, ദൈവത്തിനായി ജീവിക്കുന്നവനാണ്. അപ്പോൾ ഇപ്രകാരം മരിച്ചവൻ, അതാണ് 7-ാമത്തെ വാക്യത്തിൽ പൗലോസ് റോമാലേഖനം 6 പറഞ്ഞ, ഇപ്രകാരം മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കുന്നു. ഇപ്പോൾ പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കണമെങ്കിൽ സ്നാനത്തെക്കുറിച്ച് നാം കൃത്യമായി പഠിച്ചിട്ട് വേണം അതിലേക്ക് ഇറങ്ങി ചെല്ലാൻ. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ഏറെക്കുറെ അടിസ്ഥാനമായിട്ടുള്ള കാര്യങ്ങളെങ്കിലും മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ പാപത്തോട് നാം മരിച്ചു. അപ്പോൾ പാപത്തിൻ്റെ ആധിപത്യം നമ്മളിൽ നിന്ന് മാറി. പാപം നമ്മുടെ ജീവിതത്തിൽ വീണ്ടും സംഭവിക്കും. പക്ഷെ പാപത്തിൻ്റെ വാഴ്ച, ആധിപത്യം, നമ്മളെ കൈയടക്കി വെച്ചിരുന്ന അവസ്ഥയ്ക്ക് മാറ്റം വന്നു. നാം സ്വതന്ത്രരായി, കുറ്റവിമുക്തരാക്കപ്പെട്ടു. ദൈവം നമ്മെ നീതിമാന്മാരായി പ്രഖ്യാപിച്ചു ക്രിസ്തുവിൽ. അതുകൊണ്ട് പാപം, ഒരു മരിച്ച വ്യക്തിയുടെ മേൽ പാപത്തിനൊരു ആധിപത്യവുമില്ല. അടിമകൾ പോലും മരിച്ചു കഴിഞ്ഞാൽ അടിമ സമ്പ്രദായത്തിൽ നിന്ന് മോചനം പ്രാപിക്കുന്നു. ന്യായമായിട്ടുള്ള എല്ലാ അവകാശങ്ങളും മാറുകയാണ്. യജമാൻ ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല, കാരണം അടിമ മരിച്ചുപോയി. അതേപോലെ നാം പാപത്തുള്ള ബന്ധത്തിൽ മരിച്ചു. പാപമെന്ന യജമാന് നമ്മുടെ മേൽ ഇനി ഒരു ആധിപത്യവും അവകാശവുമില്ല. അപ്പോൾ നമ്മൾ 1-2 വാക്യങ്ങളിൽ ചോദ്യം കണ്ടു. കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുകയെന്നോ 3 മുതൽ 7 വരെ അതിനുള്ള ഉത്തരങ്ങൾ വ്യക്തമായി കൊടുത്തു. അപ്പോൾ ആ ചോദ്യത്തിൻ്റെ ഉത്തരം, ദൈവപൈതലും പാപവും തമ്മിലുള്ള ബന്ധം, അത് വിശദമാക്കുവാനായിട്ട് അത് ക്രിസ്തുവും ക്രിസ്തുവിൻ്റെ ക്രൂശ്, ക്രിസ്തുവിൻ്റെ മരണമടക്ക ഉയർപ്പ്, അതിലാണ് ആ ഉത്തരം അടങ്ങിയിരിക്കുന്നത്. എന്തുകൊണ്ട് നമുക്ക് പാപസംബന്ധമായി മരിച്ച് നമുക്ക് ഇനി പാപത്തെ ജീവിക്കാൻ പറ്റില്ല? നമ്മൾ ക്രിസ്തുവിനോട് കൂടെ ചേർന്നവരാണ്. ആ ബന്ധമാണ്. എന്താണ് നമ്മുടെ അനുഭവം? എന്താണ് നമ്മുടെ അനുഭവം? ക്രിസ്തുവിൻ്റെ അനുഭവം നമുക്ക് പെട്ടെന്ന് നോക്കാം. നമ്മുടെ അനുഭവം എന്താണ്? ഇവിടെ പൗലോസ് അപ്പോസ്തലൻ വ്യക്തമായി പറഞ്ഞു, നാം പാപത്തുള്ള ബന്ധത്തിൽ മരിച്ചവരാണെങ്കിൽ. റോമലേഖനം 6-8 വാക്യം വായിക്കാം. നാം ക്രിസ്തുവിനോട് കൂടെ മരിച്ചുവെങ്കിൽ അവനോടുകൂടെ ജീവിക്കുമെന്ന് വിശ്വസിക്കുന്നു. നാം ക്രിസ്തുവിനോടുകൂടെ മരിച്ചുവെങ്കിൽ, അത് കഴിഞ്ഞ ഒരു സംഭവം, നിലനിൽക്കുന്ന ഫലമുളവാക്കുന്ന കഴിഞ്ഞൊരു സംഭവം. അതായത് ക്രിസ്തു ക്രൂശിൽ മരിച്ചു. അത് ചരിത്രത്തിൽ ഒരിക്കൽ മാത്രമുള്ള സംഭവം. ക്രിസ്തുവിനോട് ചേരുന്ന സ്നാനമേറ്റവർ ഒരിക്കൽ മാത്രം ഏറ്റെടുക്കേണ്ട ഒരു ശുശ്രൂഷ. അതിൻ്റെ ഫലം നിലനിൽക്കും. അപ്പോൾ നാം ക്രിസ്തുവിനോടുകൂടെ മരിച്ചുവെങ്കിൽ, സ്നാനത്തിലാണ് ക്രിസ്തുവിനോട് മരിക്കുന്നത്. ക്രിസ്തുവിനോട് കൂടെ വേണം മരിക്കാൻ. അങ്ങനെയാണെങ്കിൽ എന്താ ഉറപ്പ്? അടുത്ത വാക്യം പറയുന്നു, അവനോടുകൂടെ ജീവിക്കുമെന്ന് വിശ്വസിക്കുന്നു. വിശ്വാസം, ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ കാതൽ അത് തന്നെയാണ്. വിശ്വാസ ജീവിതം കാഴ്ചയാലല്ല, ക്രിസ്തുവിനോട് ജീവിക്കും. അവനോടുകൂടെ നാം ജീവിക്കും. അതാണ് തിമോത്തിയോസ് പറഞ്ഞത്. പൗലോസ് തിമോത്തിയോസിനോട് പറഞ്ഞു, നാം അവനോടുകൂടെ മരിച്ചുവെങ്കിൽ അവനോടുകൂടെ ജീവിക്കും. 2 തിമോത്തിയോസ് 2:11. അപ്പോൾ ഈ ഒരു ജീവിതം ആരംഭിക്കുന്നത് സ്നാനപ്പെടുന്ന നിമിഷം മുതൽ ആരംഭിക്കുകയാണ്. ക്രിസ്തുവിനോടുകൂടി ജീവിക്കുക എന്ന അവസ്ഥ സ്നാനപ്പെടുന്ന സമയം മുതൽ ആരംഭിക്കും. എഫേസ്യ ലേഖനം 2-ാമത്തേതിൻ്റെ ആദ്യത്തെ 7 വാക്യങ്ങൾ, അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്നു നിങ്ങളെ ദൈവം അവനോടുകൂടെ ഉയർപ്പിച്ചു. കരുണാസമ്പന്നനായ ദൈവം നമ്മെ സ്നേഹിച്ചു. കൃപയാലല്ലോ നാം വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടു. ദൈവം നമ്മളെ ക്രിസ്തുവിൻ്റെ വലതുഭാഗത്ത്, ദൈവത്തിൻ്റെ വലതുഭാഗത്ത് നമ്മൾ ഇരിക്കുന്ന ക്രിസ്തുവിൽ നമ്മളെ ചേർത്ത് വെച്ചു. നാം ക്രിസ്തുവിനോട് ചേരുവാൻ പാപസമ്പന്നമായി മരിച്ച ഉടൻ തന്നെ ജീവിതം ആരംഭിക്കുകയാണ്. ക്രിസ്തുവിനോട് കൂടിയുള്ള ജീവിതം.
റോമലേഖനം 6-15-21 വാക്യങ്ങളിൽ വിശദമായി നമ്മളത് പഠിക്കും. പൗലോസ് അപ്പോസ്തലൻ തെസ്സലോനിക്ക സഭയ്ക്ക് എഴുതുമ്പോൾ തെസ്സലോനിക്കയ്ക്ക് എഴുതിയ 2-ാം ലേഖനം അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 13-14 വാക്യങ്ങളിൽ ഇങ്ങനെ പറയും: ഞങ്ങളോ കർത്താവിന് പ്രിയരായ സഹോദരന്മാരെ, ദൈവം നിങ്ങളെ ആദ്യം മുതൽ ആത്മാവിൻ്റെ വിശദീകരണത്തിലും സത്യത്തിൻ്റെ വിശ്വാസത്തിലും രക്ഷയ്ക്കായി തിരഞ്ഞെടുത്തതുകൊണ്ട് നിങ്ങൾ നിമിത്തം ദൈവത്തെ എപ്പോഴും സ്തുതിപ്പാൻ കടപ്പെട്ടിരിക്കുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മഹത്വം പ്രാപിപ്പാനല്ലോ അവൻ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത്. എബ്രായലേഖനം 12-14 ശുദ്ധീകരണം കൂടാതെ നമുക്ക് കർത്താവിനെ കാണാൻ സാധിക്കില്ല. അപ്പോൾ ശുദ്ധീകരണം അതാണ് നമുക്ക് സംഭവിച്ചത്. ക്രിസ്തുവിനോടുകൂടി മരിച്ച് പാപസംബന്ധമായി നാം മരിച്ചുവെങ്കിൽ ക്രിസ്തുവിനോട് നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് സംഭവിക്കുന്ന ശുദ്ധീകരണമാണ്. നാം ക്രിസ്തുവിനോടുകൂടെ ജീവിക്കുന്നു, ജീവൻ്റെ പുതുക്കത്തിൽ നടക്കുന്നു. നാം പാപത്തോടുള്ള ബന്ധത്തിലല്ല ഇനി ജീവിക്കേണ്ടത്, അതിനുള്ള ബന്ധത്തിൽ നാം മരിക്കുകയാണ് ചെയ്തത്. കൊലോസ് ലേഖനത്തിൽ 3-ാം അധ്യായത്തിൽ കൃത്യമായി പറയും, ക്രിസ്തു വെളിപ്പെടുമ്പോൾ നാമും അവനോടുകൂടെ വെളിപ്പെടും. നമ്മെ ഇപ്പോൾ ആത്മീയമായി ദൈവത്തിൻ്റെ വലതുഭാഗത്ത് തിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ അനുഭവം. ക്രിസ്തുവിൻ്റെ അനുഭവം എന്താണ്? ഇപ്പോൾ ക്രിസ്തു പാപസംബന്ധമായി മരിച്ചു, പാപത്തെ ചുമന്നു, പാപത്തിന് ശിക്ഷ ഒഴിച്ചു. നമ്മുടെ സകല പാപത്തിൻ്റെ അവകാശവാദം ക്രിസ്തുമേലുണ്ടായിരുന്നു. ക്രിസ്തു മരിക്കുന്നവരെ, ക്രിസ്തു മരിച്ചടക്കപ്പെട്ട ഉയർത്തെഴുന്നേറ്റോടുകൂടി പാപത്തുള്ള ബന്ധത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ചു. ക്രിസ്തു നമുക്ക് വേണ്ടി ജീവിക്കുകയാണ്. ഇവിടെ വ്യക്തമായിട്ട് പറഞ്ഞു, ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കാൻ ഇനി മരിക്കുകയില്ല. മരണത്തിന് അവൻ്റെ മേൽ ഇനി കർത്തൃത്വമില്ല. ക്രിസ്തുവിനെ മരണത്തിൽ തൊടാൻ പറ്റില്ല. പാപത്തിൻ്റെ ശമ്പളമാണ് മരണം. പാപത്തെ ക്രിസ്തു ചുമന്നൊഴിച്ചു. ക്രിസ്തു നമുക്ക് വേണ്ടി മരണം അനുഭവിച്ചു. അതിനുശേഷം ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. ഇന്ന് ദൈവത്തിനായിട്ട് ജീവിക്കുന്നു. അവൻ 10-ാം വാക്യം, അവൻ മരിച്ചത് പാപസംബന്ധമായി ഒരിക്കലായിട്ട് മരിച്ചു, അവൻ ജീവിക്കുന്നതോ ദൈവത്തിന് ജീവിക്കുന്നു. നമ്മളെക്കുറിച്ച് വചനം പറഞ്ഞത് ദൈവ തേജസ് നഷ്ടപ്പെട്ടവരാണ് മനുഷ്യർ. പക്ഷേ ക്രിസ്തുവിനതല്ല. ക്രിസ്തുവിൻ്റെ തേജസ്സിൽ വീണ്ടും മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് ദൈവപിതാവിൻ്റെ തേജസ്സാണ്. കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ അതിൻ്റെ 2-ാം ലേഖനത്തിൻ്റെ 5-ാം അധ്യായം 20-21 വാക്യങ്ങളിൽ പൗലോസ് പറയുന്നത്: ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനാപതികളായി ദൈവത്തോട് നിരന്നുകൊള്ളുവീനെന്ന് ക്രിസ്തുവിന് വരെ അപേക്ഷിക്കുന്നു. അത് ദൈവം ഞങ്ങൾ മുഖാന്തരം പ്രബോധിപ്പിക്കുന്ന പോലെയാകുന്നു. പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമായി. കർത്താവ് യേശു നമുക്ക് വേണ്ടി പാപമായി മാറി. ഇതിന് നാം നീതീകരിക്കപ്പെടേണ്ടതിന്. അതാണ് പത്രോസ് വളരെ മനോഹരമായിട്ട് പത്രോസിൻ്റെ ഭാഷയിൽ പത്രോസിൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 24-ാമത്തെ വാക്യത്തിൽ പത്രോസ് പറയുന്നത് ശ്രദ്ധിക്കുക. ഇവിടെ പത്രോസ് ഇപ്രകാരമാണ് പറഞ്ഞത്: നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. നീതിയിൽ നമുക്ക് ജീവിക്കേണ്ടതിന് ക്രിസ്തു നമ്മുടെ പാപത്തിൻ്റെ ഭാണ്ഡക്കെട്ട് ചുമന്ന് ഒഴിച്ച് ക്രൂശിൽ തറച്ചു. അവൻ്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്ന ആത്മീയ സൗഖ്യത്തെക്കുറിച്ചാണ്. ഗലാത്യ ലേഖനം 3-13 പൗലോസ് അപ്പോസ്തലൻ ശാപത്തോടുള്ള ബന്ധത്തിൽ പഴയ പ്രകാരം ന്യായപ്രമാണം അനുസരിക്കാത്ത ഏവരും ശാപത്തിന് കീഴിലാണ്. ഗലാത്യർ 3:13 മരത്തിൽ തൂങ്ങുന്നവൻ ശപിക്കപ്പെട്ടവരെന്ന് എഴുതിയിരിക്കുന്ന പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ന്യായപ്രമാണത്തിലെ ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങി. ക്രിസ്തുവിൽ വന്നവർ ശാപത്തിൽ നിന്ന് മോചിതരാണ്. അവർക്ക് ശാപവിമോചന ശുശ്രൂഷയൊന്നും വേണ്ട. ക്രിസ്തുവിലാണെങ്കിൽ ശാപത്തിൽ നിന്ന് മോചിതരാണ്. എബ്രായ ലേഖനം 2-ാം അധ്യായത്തിന് 9-ാം വാക്യത്തിൽ എബ്രായ ലേഖനം ഇപ്രകാരം എഴുതി. എബ്രായ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യം അവിടെ പറഞ്ഞത്: എങ്കിലും ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിപ്പാൻ ദൂതന്മാരിലും അല്പമൊരു താഴ്ച വന്നവനായ യേശു മരണം അനുഭവിച്ചതുകൊണ്ട് അവനെ മഹത്വവും ബഹുമാനവും അടിഞ്ഞവനായി നാം കാണുന്നു. യേശു മരണം അനുഭവിച്ചു. എബ്രായ ലേഖനം 9-ാം അധ്യായത്തിൽ 28-ാം വാക്യത്തിൽ എബ്രായ ലേഖനം ഇപ്രകാരമാണ് പറഞ്ഞത്: അങ്ങനെ തന്നെ ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ അതിനാണ് ക്രിസ്തു ഒരിക്കലായി അർപ്പിക്കപ്പെട്ടത്. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷപ്പെടും. അപ്പോൾ വിശ്വാസത്താൽ, ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടവർ അവരെ വിശുദ്ധീകരണ പ്രക്രിയയിലാണ്, വിശുദ്ധീകരണ പാതയിലാണ്. അവരെ ലോകത്തിൽ നിന്ന് പാപത്തിൽ നിന്ന് ദൈവം വിളിച്ച് വേർതിരിച്ച് ക്രിസ്തുവിലൂടെ. അതുകൊണ്ടാണ് റോമലേഖനം 6:11 പറഞ്ഞത്: അവണ്ണം നിങ്ങളും പാപസംബന്ധമായി മരിച്ചവരെന്നും ക്രിസ്തുവേശുവിൽ ദൈവത്തിൽ ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ എണ്ണുവീൻ. നിങ്ങളെ പാപസംബന്ധമായി നിങ്ങൾ മരിച്ചവരാണ്. നിങ്ങൾ സ്വയം, നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ് വിശദമായി പറഞ്ഞു, നമ്മൾ എന്താണ് നമ്മളെക്കുറിച്ച് കാണേണ്ടത്. നാം പാപസംബന്ധമായി മരിച്ചവർ, ദൈവത്തിന് ജീവിക്കുന്നവർ. പാപത്തോടുള്ള ബന്ധത്തിൽ മരിച്ച റോമർ 6:2 പാപസംബന്ധമായി മരിച്ചു. ക്രിസ്തുവിനോടുകൂടെ മരിച്ച റോമർ 6:7-8. ഇവിടെ നാം നമ്മെ കാണേണ്ട വിധം എന്താണ്? ഞാൻ പാപസംബന്ധമായി മരിച്ചു. പാപത്തിന് എൻ്റെ മേൽ ആധിപത്യമില്ല.
ഞാനിനി പാപത്തിന് അടിമയല്ല. എൻ്റെ പഴയ മനുഷ്യൻ ക്രിസ്തുവിനോട് ക്രൂശിച്ച് ഞാനിത് ക്രിസ്തുവിന് ജീവിക്കുകയാണ്, നീതിക്ക് ജീവിക്കുകയാണ്. എനിക്ക് ദൈവവുമായുള്ള ബന്ധത്തിന് അവകാശമുണ്ട്. എനിക്ക് പ്രാർത്ഥനയ്ക്കുള്ള യോഗ്യതയുണ്ട്. ദൈവത്തോട് പ്രാർത്ഥിക്കാം ക്രിസ്തുവിൻ്റെ നാമത്തിൽ. യോഹന്നാൻ 14:6 ക്രിസ്തു പറഞ്ഞു, ഞാൻ തന്നെ വഴി സത്യം ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. ഇപ്പോൾ പാപത്തിൻ്റെ അധികാരത്തിൽ നിന്ന് നാം മോചനം പ്രാപിച്ചവരാണെന്ന് നമുക്ക് സ്വയം ബോധ്യമുണ്ടാകണം. അത് നിശ്ചയമായും അന്തിമമായും നമുക്ക് സംഭവിച്ചു. ക്രിസ്തുവിൻ്റെ മരണത്താൽ പാപത്തിൽ നിന്ന് ഞാൻ മോചനം പ്രാപിച്ചു. സംശയമുണ്ടാകരുത്. പാപത്തിൻ്റെ അധികാരത്തിൽ നിന്ന്, പാപത്തിൻ്റെ ആധിപത്യത്തിൽ നിന്ന് ഞാൻ മോചനം പ്രാപിച്ചു. പാപം നമ്മുടെ ചുറ്റുമുണ്ട്, പാപത്തിൻ്റെ സ്വാധീനം നമ്മുടെ ചുറ്റിലുമുണ്ട്. പക്ഷെ പാപത്തിൻ്റെ ആധിപത്യം, ഞാൻ ഈ പാപത്തിന് അടിമപ്പെടില്ല. പാപത്തിൻ്റെ അടിമയല്ല ഞാൻ. ഇന്ന് ക്രിസ്തുവിൻ്റെ ദാസനാണ്. പാപത്തിൻ്റെ അടിമയല്ല. നാം വ്യക്തമായി കാണണം. നമുക്ക് ലഭിച്ച മോചനം നിശ്ചയമായും അന്തിമമായും സംഭവിച്ചതാണ്. നാം ക്രിസ്തുവിൻ്റെ മരണത്തോട് ചേർന്നവരാണ്. നാം ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനപ്പെട്ടവരാണ്. നമ്മുടെ പാപങ്ങൾ ക്രിസ്തു മോചിച്ചു തന്നു. പ്രവർത്തന പുസ്തകം 2-38 വാക്യത്തിൽ അവിടെ സുവിശേഷം കേട്ട് അവർ ചോദിച്ചു, ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവ് ദാനം ലഭിക്കും. ദൈവം നമ്മുടെ ഉള്ളിൽ മുദ്രയിട്ടു, പരിശുദ്ധാത്മാവിനെ കൊണ്ട്, ദൈവം തന്നെയായ ആത്മാവിനെ കൊണ്ട്. പാപങ്ങൾ മോചിക്കപ്പെട്ടവർക്ക് മാത്രം ലഭിക്കുന്ന ദാനമാണത്. ഇന്ന് ലോകത്തിൻ്റെ കർത്താവിൻ്റെ സഭയുടെ ദൈവമക്കളുടെയൊക്കെ ഏറ്റവും വലിയ പരാജയം എവിടെയാണ്? അവർ സ്വയം അവരെ വേണ്ട വിധത്തിൽ കാണുന്നില്ല. നിങ്ങളെ തന്നെ എണ്ണണം. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു, എങ്ങനെയാണ് എണ്ണേണ്ടത്, എന്താണ് എണ്ണേണ്ടത്? ഞാൻ പാപസംബന്ധമായി മരിച്ചവനാണ്, ക്രിസ്തുവിൽ ജീവിക്കുന്നവനാണ്. എന്നെക്കുറിച്ച് എനിക്ക് വ്യക്തമായ ബോധ്യം വേണം, ധാരണ വേണം. ഒരു വീണ്ടും ജന്മം പ്രാപിച്ച് എന്നെ സംബന്ധിച്ച് എനിക്ക് നല്ല ബോധ്യം വേണം. വിപ്ലവകരമായ ഒരു പരിവർത്തനം വേണ്ടി സംഭവിച്ച് ഞാൻ വീണ്ടും ജനിച്ചു, പാപസംബന്ധമായി മരിച്ചു, ക്രിസ്തുവിൽ ജീവിക്കുകയാണ്, നീതിക്ക് ജീവിക്കുകയാണ്. ഈ വിധത്തിൽ ഞാൻ എന്നെ കാണണം. ഇനി എൻ്റെ ബന്ധങ്ങൾ, എൻ്റെ വാക്കുകൾ, എൻ്റെ ഇടപാടുകൾ, പ്രവൃത്തികൾ, ഞാൻ വിശ്വസിക്കുന്ന കാര്യങ്ങളെല്ലാം വളരെ വളരെ വ്യക്തമായിരിക്കണം. എങ്ങനെയാണ് ഞാൻ എന്നെ കാണുന്നത്? പഴയ അവസ്ഥ പോലെ തന്നെയാണ് ഇപ്പോഴും എന്നെ കാണുന്നത്. ക്രിസ്തുവിലാണ്, ക്രിസ്തുവിൻ്റെ സഭയിലാണ്, ദൈവത്താൽ കൂട്ടിച്ചേർക്കപ്പെട്ടവനാണ്. പക്ഷെ ഞാനിപ്പോൾ എന്നെ എങ്ങനെയാണ് കാണുന്നത്? ദൈവം പറഞ്ഞു, നിങ്ങൾ പാപസംബന്ധമായി മരിച്ചവരെന്നും ക്രിസ്തു യേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവരെന്ന് നിങ്ങളെ തന്നെ. നമ്മൾ ആർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്? ദൈവത്തിന് വേണ്ടിയായിരിക്കണം. ദൈവത്തിന് പ്രസാദമുള്ള ജീവിതമായിരിക്കണം. ദൈവത്തിൻ്റെ വചനപ്രകാരമായിരിക്കണം. ക്രിസ്തുവിൻ്റെ ഉപദേശപ്രകാരമായിരിക്കണം. ആത്മാവ് നയിക്കുന്ന, നിയന്ത്രിക്കുന്ന പോലെ ആയിരിക്കണം. ദൈവത്തിന് വേണ്ടി ജീവിക്കണം. നമ്മുടെ ജീവിതത്തിൽ നിന്ന് ലക്ഷ്യമുണ്ട്. പണ്ട് അലഞ്ഞ് തിരിഞ്ഞവരാണ്. ഇത് മറക്കരുത്. തുടരാം അടുത്ത പഠനത്തിൽ 12-13 വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മോട് സമർപ്പിക്കാൻ ആവശ്യപ്പെടുകയാണ്. നമ്മൾ അറിയേണ്ട കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു, നമ്മളെ എണ്ണേണ്ട വിധങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഇനി നമ്മോട് പറയുന്നത് നിങ്ങൾ സമർപ്പിക്കണം. എന്ത് സമർപ്പിക്കണം? അടുത്ത പഠനത്തിൽ നമുക്ക് ചിന്തിക്കാം. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കും ശ്രദ്ധയ്ക്കും നന്ദി. മറക്കരുത്, ഈ വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിന് അടിസ്ഥാനപരമായി അറിഞ്ഞിരിക്കേണ്ടതും രൂപാന്തരം വരുത്തുന്നതുമായ വിഷയങ്ങളാണ് നമ്മുടെ ജീവിതത്തെ. നാം ദൈവത്തിന് ജീവിക്കണം. ദൈവം നിങ്ങളെ സഹായിക്കണം.